പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. പനാമ കനാൽ ഉപയോഗിക്കുന്നതിന് അമിത നികുതി ഈടാക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ആവശ്യം പനാമ സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ഭീഷണി. അമേരിക്കൻ കപ്പൽ പനാമ കനാൽ വഴി കടന്നുപോകുന്നതിന് അന്യായമായ നികുതി പനാമ സർക്കാർ ചുമത്തുന്നുവെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ഇതിനാലാണ് സഖ്യകക്ഷിയായ പനാമയ്ക്ക് ട്രംപ് താക്കീത് നൽകിയത്. പനാമ അമിത നിരക്ക് ഈടാക്കുന്നത് അന്യായമാണെന്നും അമേരിക്ക പനാമയ്ക്ക് നൽകിയ ദാനമാണ് കനാലെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നത് ശരിയല്ലെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയും പനാമയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് കനാൽ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. പനാമ കനാൽ മേഖലയിൽ ചൈനീസ് ആധിപത്യം വർദ്ധിച്ചുവരുന്നതിലും ട്രംപ് ആശങ്കയറിയിച്ചു. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പനാമ കനാൽ. 1914 US പനാമ കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1977 US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഒപ്പുവെച്ച കരാറിലൂടെ കനാലിന്റെ നിയന്ത്രണം പനാമയ്ക്ക് നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേതന സംരക്ഷണ സംവിധാനത്തിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ തൊഴിലുടമകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം. സ്വകാര്യ മേഖലയിലെ വേതനം ഇലക്ട്രോണിക് രീതിയിൽ സംരക്ഷിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സംവിധാനമാണിത്. ഒമാനിലെ തൊഴിൽ മന്ത്രാലയം സ്വകാര്യ മേഖലയിലെ വേതനം ഇലക്ട്രോണിക് രീതിയിൽ നിരീക്ഷിക്കുന്നതിനായി പുതിയ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അവതരിപ്പിച്ചിരുന്നു. തൊഴിൽ കരാറുകൾക്കനുസരിച്ചും നിയമപരമായി വ്യക്തമാക്കിയ സമയപരിധിക്കുള്ളിലും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ മേൽനോട്ടത്തിൽ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ ധനകാര്യ സ്ഥാപനങ്ങളിലേക്കോ വേതനം കൈമാറാൻ ഈ സംവിധാനം തൊഴിലുടമകളെ നിർബന്ധിക്കുന്നു. വേജ് പ്രൊട്ടക്ഷൻ സംവിധാനത്തിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ തൊഴിലുടമകൾക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു. വേജ് പ്രൊട്ടക്ഷൻ സംവിധാനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഇത് ഏറെ പ്രാധാന്യമാണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. വേതനത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ തൊഴിലുടമകൾക്ക് തൊഴിൽ കരാറുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ വേതന കാലയളവ് അവസാനിച്ച് 3 ദിവസത്തിനുള്ളിൽ വേതനം കൈമാറുകയും വേണം. തൊഴിലുടമകൾക്ക് തങ്ങളുടെ ജീവനക്കാർക്ക് നൽകേണ്ടതായ വേതനം വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലൂടെ കൃത്യമായി നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള കുടിയേറ്റ നയങ്ങളിലെ മാറ്റം ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തൽ. US, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ വിസ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കിയത് വിദേശികൾക്ക് ജോലിക്കും താമസത്തിനും കൂടുതൽ അവസരങ്ങൾ നൽകി. വിദഗ്ധരായ പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിനും താമസത്തിനും ജോലിക്കുമുള്ള വഴികൾ കാര്യക്ഷമമാക്കുന്നതിനും രാജ്യങ്ങൾ അവരുടെ ചട്ടക്കൂടുകൾ പുനഃക്രമീകരിച്ച വർഷമായിരുന്നു 2024. ഇന്ത്യക്കാർക്ക് ഈ മാറ്റങ്ങൾ ഒട്ടേറെ വെല്ലുവിളികളും അവസരങ്ങളും നൽകി. IT, ഹെൽത്ത് കെയർ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യം ഉള്ളവർക്ക് ധാരാളം അവസരങ്ങളാണ് ലഭിച്ചത്. വേഗത്തിലുള്ള വിസ പ്രോസസ്സിംഗ് മുതൽ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കുമുള്ള വിപുലമായ അവസരങ്ങൾ വരെ വിദേശ രാജ്യങ്ങൾ നൽകി. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനം ചെയ്യുന്ന തൊഴിൽ വിദ്യാർത്ഥി സന്ദർശക വിസ വിഭാഗങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. ബ്രെക്സിറ്റിന് ശേഷമുള്ള UKയിലെ ഇമിഗ്രേഷൻ പരിഷ്കാരങ്ങൾ വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉയർന്ന സാധ്യതയുള്ള വ്യക്തിഗത വിസയിൽ ഇപ്പോൾ ഉയർന്ന റാങ്കുള്ള ഇന്ത്യൻ സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദധാരികളും ഉൾപ്പെടുന്നു. സ്പോൺസർഷിപ്പില്ലാതെ 2 വർഷത്തെ ജോലി കാലയളവും ഇവർ അനുവദിക്കുന്നു. നൈപുണ്യമുള്ള തൊഴിലാളി വിസകൾക്ക് നഴ്സിംഗ്, വിദ്യാഭ്യാസം, IT എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് നിർണായക പ്രൊഫഷണലുകളുടെ ശമ്പള പരിധി കുറച്ചു. ഗ്രാജുവേറ്റ് റൂട്ട് വിസയ്ക്ക് കീഴിലുള്ള PhD ബിരുദധാരികൾക്ക് ഇപ്പോൾ 3 വർഷത്തേക്ക് UKയിൽ താമസിക്കാനും ജോലി ചെയ്യാനും കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടിക്കറ്റ് നിരക്കുകളിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് ഇൻഡിഗോ എയർലൈൻസ്. ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകൾക്ക് നിരക്കിളവ് ബാധകമാണ്. ഡിസംബർ 25 വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഇൻഡിഗോയുടെ ഓഫർ ലഭിക്കുന്നത്. ജനുവരി 23-നും ഏപ്രിൽ 30-നും ഇടയിൽ യാത്ര ചെയ്യാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താം. ആഭ്യന്തര യാത്രക്കാർക്ക് നിരക്ക് 1199 രൂപ മുതൽ ആരംഭിക്കുന്നുണ്ട്. അതേസമയം അന്താരാഷ്ട്ര വിമാനങ്ങൾ 4499 രൂപ മുതൽ ടിക്കറ്റ് ലഭ്യമാണ്. ഡിസ്കൗണ്ട് നിരക്കുകൾക്ക് പുറമെ പ്രീപെയ്ഡ് അധിക ബാഗേജ് ഓപ്ഷനുകൾ, സ്റ്റാൻഡേർഡ് സീറ്റ് സെലക്ഷൻ, എമർജൻസി എക്സൽ സീറ്റുകൾ എന്നിവയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന ബുക്കിംഗുകൾക്ക് അധിക കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നതിനായി ഇൻഡിഗോ ഫെഡറൽ ബാങ്കുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. 2024 ഡിസംബർ 31-നകം പൂർത്തിയാക്കിയ ബുക്കിംഗുകൾക്ക് ഉപഭോക്താക്കൾക്ക് ആഭ്യന്തര വിമാനങ്ങളിൽ 15%, അന്താരാഷ്ട്ര വിമാനങ്ങളിൽ 10% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആസ്വദിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് പുതിയ ആപ്പ് അവതരിപ്പിച്ചു. യാത്രക്കാർക്ക് സാധനങ്ങൾ, സമ്മാനങ്ങൾ, കറൻസികൾ എന്നിവ മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ കഴിയുന്ന സ്മാർട്ട് ഐ ഡിക്ലെയർ ആപ്പാണ് കസ്റ്റംസ് അവതരിപ്പിച്ചത്.
യാത്രാ നടപടികൾ കാര്യക്ഷമമാക്കുന്നതിനായി ദുബായ് കസ്റ്റംസ് ഡിജിറ്റൽ സേവനങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഐ ഡിക്ലെയർ ആപ്പ് പുറത്തിറക്കിയത്. യാത്രക്കാർക്ക് സാധനങ്ങൾ, സമ്മാനങ്ങൾ, കറൻസികൾ എന്നിവ മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ കഴിയുന്ന സ്മാർട്ട് ഐ ഡിക്ലെയർ ആപ്പാണ് കസ്റ്റംസ് അവതരിപ്പിച്ചത്. റെഡ് ചാനൽ കസ്റ്റംസ് ക്ലിയറൻസ് സമയം 4 മിനിറ്റിൽ താഴെയായി ചുരുക്കുന്നതിന് ആപ്പ് സഹായിക്കും. ക്ലിയറൻസിന് മുമ്പുള്ള നടപടിക്രമങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന് ഈ സംവിധാനം സഹായിക്കുന്നു. ദുബായ് കസ്റ്റംസ് വെബ്സൈറ്റ് വഴി യാത്രക്കാർക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാകും. യാത്രക്കാർക്ക് എന്തെല്ലാം കൊണ്ടുവരാം, നിരോധിത ഇനങ്ങൾ എന്തെല്ലാം, അധിക ബാഗേജ് എന്നിവ ഈ വെബ്സൈറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.